സിമ്പിൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും സിമ്പിൾ പ്രതീക്ഷിച്ചില്ല. അതെടുക്കൂ. ഇത് ഈ ഫുള്ള് മംഗല്യസൂത്ര. അതായത് എൻ്റെ ചൂണ്ടുവിരലിൻ്റെ എത്രയേ ഉള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിന്ന് നമുക്ക് കല്യാണത്തിന് താലി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഗൈസ്, നമ്മൾ താലി പർച്ചേസിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ ഇട്ടേക്കുന്ന ഔട്ട്ഫിറ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഞാൻ ഫുള്ള് മറ്റേ ഇതാണേ പിടിച്ചേക്കണം, എന്തോന്ന് മറ്റേ കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ മറ്റേ ഇത് ഓക്സിഡൈസ് ആക്സസറീസ് ഒക്കെ വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ താലി എടുക്കാൻ വേണ്ടി ഓൾറെഡി ഞാൻ എന്തെങ്കിലും കല്യാണം കഴിക്കണമെങ്കിൽ, ഭാവിയിൽ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നാളെ എൻ്റെ ആർക്കെങ്കിലും കല്യാണം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ താലി സജസ്റ്റ് എനിക്ക് ചോദിക്കുകയാണ്, ചേച്ചിക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ്. ഒബ്വിയസ്ലി ഇപ്പോൾ എൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് തന്നെ അതെടുക്കാമെന്ന്. ഞാൻ മെയിനായിട്ട് ഞാൻ ലൈക്ക് ഒരു 1-2 ടൈപ്പ് എനിക്ക് ഇഷ്ടമാണ്. ഒരു 2-3 ഐഡിയാസ് എൻ്റെ മൈൻഡിലുണ്ട്. മെയിനായിട്ട് എൻ്റെ മൈൻഡിലുള്ളതെന്ന് പറയുന്നത് ഗൈസ്, ഞാൻ ഓൾറെഡി വരച്ചൊക്കെ വെച്ച് ഒരിടത്ത് ചെയ്യിക്കാൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത്. അപ്പം ഞാൻ റീസെൻ്റ്ലി ഞാനൊരു നോസ് പിന്ന് വാങ്ങാൻ പോയപ്പോൾ ഞാൻ ആ ഷോപ്പിൽ കണ്ടായിരുന്നു ഇങ്ങനെ ആ സെയിം സാധനം. സംഭവമൊന്നുമില്ല, നമ്മുടെ ആലില ഏറ്റവും മൈന്യൂട്ട് കുഞ്ഞു ആലില വന്നിട്ട് അതിൻ്റെ മുകളിൽ നടുക്കല്ല കുറച്ചുകൂടെ മുകളിലായിട്ട് ഒരു ഡയമണ്ടിൻ്റെ സ്റ്റോൺ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഞാൻ ജസ്റ്റ് ഫോട്ടോയെ ഞാൻ വരച്ചൊക്കെ വെച്ചിട്ട് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം. ഞാൻ അത് ചെയ്യിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ച് എടുത്തതാണ്. സോ എൻ്റെ വര കണ്ട് നിങ്ങൾ ഞെട്ടരുത്. അപ്പോൾ അതാണ് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇരുന്നത്. അപ്പോൾ എനിക്ക് പോയപ്പോൾ എനിക്ക് 3-4 അവിടെ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് നോസ് പിൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയേന്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും അപ്പും കൂടെ ഇന്ന് താലി വാങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ താലി ഇനിയിപ്പം അപ്പു വരും. അപ്പു ഞാനിവിടെ താലി വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഗൈസ്, അപ്പോൾ അതാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഭയങ്കര നൈസായിട്ടുള്ള എൻ്റെ കഴുത്തിൽ മുന്നൊരു മാല, എൻ്റെ കൊളുത്ത് ഒടിഞ്ഞുപോയി, ഭയങ്കര നൈസായിട്ടുള്ള ഇങ്ങനെ കുഞ്ഞു നൂല് പോലത്തെ മാല ഞാൻ കുറേ വർഷങ്ങളായിട്ട് നട്ടിരുന്നത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ മെറ്റീരിയലും അതേപോലെ ഭയങ്കര കംഫർട്ടബിളാണ്. നമ്മൾ എന്തെങ്കിലും വെസ്റ്റേൺ വിയർ ഇട്ടാലും അത് ഊരേണ്ട ആവശ്യമില്ല, കാരണം നൈസ് പോലെ അറിയത്തേയില്ല. അപ്പം ഞാൻ അത് കണക്കത്തൊരു ചെയിന്, ഒരു കുഞ്ഞ് കണ്ണ് ഇങ്ങനത്തെ ഒരു താലിയാണ് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഗൈസ്, ഫൈനലി അപ്പു വന്നിട്ടുണ്ട്. ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഇതെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തോന്ന് താലിമാല. ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, എനിക്ക് വയ്യ. നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലേ, എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒരു നമ്മൾ വീഡിയോ ഇട്ട് പിറ്റേന്ന് പോലെ എനിക്ക് വയ്യ. ഞാൻ കിടപ്പാണ്. പനിയെന്ന് വെച്ചാൽ പനിയും തലവേദനയും ജലദോഷവും ചുമയും ബഹളവും വിളിയും ഓട്ടം ഒക്കെ ആയിരുന്നു. സോ അപ്പോൾ ഞാൻ മാസ്ക് വെച്ചിറങ്ങാൻ വെച്ചു. കാരണം അപ്പൂനെ ഞാൻ ഇനി കൊടുക്കില്ല, കാരണം എനിക്കിത് വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു. ഒരുപാട് പേർക്കൊണ്ട് കേരളം ചുമച്ചും കുരച്ചും എന്നും പറഞ്ഞത് ടി വി ഇട്ടിരുന്നില്ലേ, ആ ഒരു സംഭവം ചുമ. ഇപ്പോഴും എനിക്ക് ആ ചുമയുണ്ട് ഒരുപാട് സംസാരിക്കുമ്പോൾ. അപ്പം ഇനി നമുക്ക് ഒരുപാട് പ്ലാനുള്ള. അപ്പം ഞാൻ പനിയൊന്നും നമുക്ക് കൊടുക്കാനില്ല. എല്ലാ പ്ലാനും കഴിയില്ല. ജലദോഷം ഉണ്ടോ? എനിക്ക് തോന്നുന്നു അതിന്റെ ആരംഭമാണെന്ന് തന്നല്ലേ. കൺഗ്രാജുലേഷൻസ്. ഓക്കെ അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എന്തിനു പോകുന്നു? നമ്മള് താലി എടുക്കാൻ വേണ്ടിട്ട് പോകാം. അപ്പൊ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ഇന്ന പോലത്തെ താലി? എനിക്ക് ചെറിയ താലി എടുക്കണമെന്നാണ് ആഗ്രഹം. ചെറുതായിട്ട് താലിയോ മാലയോ പൊന്നെ? അല്ല, താലി എന്ന് പറയണ മറ്റേ ചുട്ടീനല്ലേ ഉദ്ദേശിക്കണ? ചെറിയ താലി, സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും. എന്നിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് തമിഴ്നാട് സ്റ്റൈല് താലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ച തമിഴ്നാട് ടൈപ്പ് മറ്റേ ഇങ്ങനെ ഗോപുരം പോലെയൊക്കെ വന്നിട്ട് ചെയ്യല്ലോ തമിഴ്നാട് കൾച്ചറിൽ. പക്ഷെ ആ താലി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അത് ചെയ്താലാന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു വേണ്ട. ഓഫ് കോഴ്സ് ശരിയാക്കി തരാം. ഓക്കെ, അപ്പം നമുക്ക് താലി എടുക്കാൻ പോവാം. സോ ഗൈസ്, ഞങ്ങൾ നേരെ ലുലുവിലെത്തി. ജലദോഷായല്ലേ? ഞങ്ങൾ നേരെ ലുലുവിലെത്തി. അപ്പൊ ഇനി ലുലുന്ന് ഒരു ഷോപ്പ് ഉണ്ട്, അപ്പൊ അവിടെ നിന്ന് വാങ്ങാന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അത്യാവശ്യം കളക്ഷൻ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സോ നമുക്ക് വാങ്ങാം ഗൈസ്, കമോൺ. ഓർമ്മ ഉണ്ടോ ലാസ്റ്റ് വന്നിട്ടുണ്ട്? ഇത് ഓക്കെ. മിനിമൽ ടൈപ്പ് താലിയാണെങ്കിൽ അങ്ങനെയുണ്ട്. അതെല്ലാം ഡിഫറെന്റ് വർക്ക് ഇങ്ങനെ ഇത്രയും
വെറൈറ്റീസ് വരുന്നുണ്ട്. താലി. ഈ താലിയാണ് ഞാൻ പറഞ്ഞത്. മറ്റേത് പറഞ്ഞില്ലേ ഫോട്ടോ എടുക്കാന്നാണ്. ഈ താലി ഭയങ്കര സിമ്പിൾ താലി അല്ലേ? ഓ നോക്കിയാ നടുക്കല്ല, കുറച്ച് മുകളിലൊരു സ്റ്റോൺ. അല്ല പിന്നെ റോസിൽ വരുന്നുണ്ട്. വേണ്ട, റോസ് വേണ്ട, യെല്ലോ ഗോൾഡ് മതി. നമുക്ക് നോർമൽ താലി വന്നിട്ട് സ്കിന്നിൽ നിൽക്കുന്ന ടൈപ്പ് ലെങ്ത് ആയിരിക്കും. ലെങ്ത് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും. കാരണം ഇത്ര നല്ല വർക്ക് ഡ്രസ്സിലേക്ക് പോയാൽ എത്ര ഭംഗി ഉണ്ടായിരുന്നു. നമ്മുടെ സ്കിന്നിൽ തന്നെ നിൽക്കുന്ന പോലെ തന്നെയാണ്. താലി ആയതുകൊണ്ടാണ് ഇട്ട് കാണിക്കണം, അല്ലെങ്കിൽ ഇട്ട് കാണിക്കണം, കുഴപ്പമില്ല. ഇത് കൊള്ളാം. ഞാൻ ഏത് പൊന്നെ, ഇതല്ലേ? ഓ ഇതും കൊള്ളാം, നല്ല രസമുണ്ടല്ലേ. അതായത് ഫുള്ള് ഡയമണ്ട് വന്നിട്ട് സ്കിന്ന് കാണുന്ന രീതിക്ക്. ഇത് 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 സോ ഗൈസ് ഇതാണ്. എങ്ങനെയുണ്ട്? നീ സിമ്പിൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും സിമ്പിൾ പ്രതീക്ഷിച്ചില്ല. സെറ്റ് ഇതാണ്ട സിമ്പിൾ ചെയിൻ. എങ്ങനെയുണ്ട്? സിമ്പിൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ. കഴുത്ത് അതും കൂടി നമുക്ക് ട്രൈ ചെയ്താൽ. ഞങ്ങൾക്ക് ഇതല്ലേ ഒരു ഫുള്ള് ഡയമണ്ട്. ഈ ഒരു ഓപ്ഷൻ ചേട്ടാ സൂം ചെയ്ത് കാണിക്കോ? സൂപ്പർ, കൊള്ളാല്ലേ? ഇതാണ് ഞാൻ ചെയ്യിക്കാന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാറുന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഞാൻ ഷോപ്പിൽ കണ്ടത്. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ. ഈ ചെയിനും കൊള്ളാമല്ല? കൊള്ളാമല്ല? ഇതാകുമ്പോഴേ എപ്പോഴും ഇടുകയും ചെയ്യാം. കൊള്ളാല്ലേ ഇത്? ഇതാണ് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച മോഡൽ. അപ്പോഴാണ് ഇവിടെ ഞാൻ മൂക്കുത്തി വാങ്ങാൻ വന്നപ്പോഴത്തേക്ക് സാധനം ഇവിടെ കിട്ടിയത്. ചേട്ടാ മറ്റേത് ഇവിടെ ആണേ, വേറെ ഒന്നതാ ഇതാണേ. കൊള്ളാല്ലേ? ഇതാ ഇതും കൊള്ളാം. ഇത് അടിപൊളി. അതിനേക്കാൾ ഇത് തന്നെ കൊള്ളാം. കൊള്ളാമോ? സൂപ്പറായിട്ട്. ഇത് എല്ലാവർക്കും ചേരണം. ഓംതാലി ഇത് സെൻട്രൽ വന്നിട്ട് ഈ ബോർഡർ ഇതിങ്ങനെ ഇതും ഒരുപാട് പേര് നമ്മുടെ വാങ്ങിച്ചിട്ട് പോകുന്ന ഡിസൈനാണ്. നല്ല ഭംഗിയാണ്. ഇത് വേണ്ട കേട്ടോ, ഇത് ഞാൻ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. കോമൺ ആണ്. ഇത് കൊള്ളാം. പക്ഷേ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുണ്ട്. കഴുത്തിന് നല്ല ചന്തവും ഉണ്ട്. കൊള്ളാമോ? ചന്തമുണ്ടോ? ചന്തേ ഉള്ളൂ. കാരണം മറ്റേതിനെക്കാളും അമ്മ പ്രത്യേകിച്ച് പറഞ്ഞാണ് വിട്ടത്, അപ്പൂനെ കൊണ്ട് ഇടിയിപ്പിക്കരുത്. ഇട്ട് നോക്കുമ്പോ അപ്പൂനെ കൊണ്ട് ഇടിയിപ്പിക്കരുത്. കൊള്ളാമല്ലോ? അടിപൊളി. ഇതിനെ കൊള്ളാം. ചേട്ടാ ഈ ടാഗ് ഒന്ന് മാറ്റിട്ട് ഇടാൻ പറ്റുമോ? ഈ താലിയുടെ ടാഗ് ഒന്ന് ഭംഗി അറിയാൻ പറ്റാനുണ്ടോ? അടിപൊളി. അത് കൊള്ളാം. കൊള്ളാല്ലേ? എനിക്ക് ചെയിന് കുറച്ചുകൂടി വലുതായിട്ട് വേണ്ട വേണ്ട. സിമ്പിളെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സിമ്പിൾ പ്രതീക്ഷിച്ചില്ല. കൂടുതൽ ഇത് മതി തന്നെ. എനിക്കിതാണ് ഇഷ്ടം, ഇങ്ങനെ സിമ്പിൾ നൈസ് ചെയിൻ. നൂലാമാലയാണ് എനിക്കിഷ്ടം. സെറ്റ് നോക്ക്. കൊള്ളാല്ലേ? അടിപൊളി. ഇത് തന്നെ കൊള്ളാം. കൊള്ളാല്ലേ? അടിപൊളി. കൊള്ളാമോ മാളു? എങ്ങനെയുണ്ട്? കാരണം ആ സ്കിന്നൂടി കാണാൻ പറ്റണോണ്ടേ ഭംഗിയാണ് നല്ല. കുറച്ചുകൂടെ ഭംഗി. കൊള്ളാല്ലേ? ചേട്ടാ ഇതെങ്ങനാ? എങ്ങനെ? അല്ല ഇതെങ്ങനെ വരുന്നേ? ലെങ്ത് ഇത് മതി, ഇത് മതി. ഭംഗി കൊള്ളൂല കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഭംഗി എന്ന് പറയണത് ഇങ്ങനെ സ്കിന്നായിട്ട് ചേർന്നതാണ്. കൊള്ളാല്ലേ? ചേട്ടാ ഇതെന്തോ സിമ്പിൾ ചെയിൻ അല്ലേ? ഇത് ഡെയിലി വെയറിന് പറ്റുമല്ലോ? ഡെയിലി വെയറിന് ഓക്കെ. കൊള്ളാലോ?
സൂപ്പർ, നല്ല ചന്തമാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആദ്യത്തേനേക്കാൾ ഇത് തന്നെ കൊള്ളാം. ചേട്ടാ മംഗല്യസൂത്രം ഉണ്ടോ ഇവിടെ? അതുകൂടെ നോക്കണം. ഞാൻ പണ്ടേ ഈ നോർത്ത് ഇന്ത്യൻ സീരിയൽ കാണുമായിരുന്നു. ഇപ്പോഴല്ല, കുറച്ച് +1 10 പഠിക്കുന്ന സമയത്ത്. അപ്പം മുതലാഗ്രഹം അവരുടെ മംഗല്യസൂത്രം ഉണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടണേ മിക്കവാറും ഞാൻ അതെടുക്കും. അതെടുക്കൂ. ഇത് ഈ ഫുള്ള് ഇതിനൊക്കെ നമുക്ക് ലൈഫ് ലോങ് ഫ്രീ മെയിൻ്റനൻസ് ഉള്ളതാണ് എല്ലാത്തിനും, എല്ലാ പ്രൊഡക്റ്റും. ചേട്ടാ ഞാൻ ഇവിടെ നിന്ന് ഒരു നോസ് പിൻ വാങ്ങിച്ചായിരുന്നു. അന്ന് വാങ്ങാൻ വന്നപ്പോഴാണ് ഈ താലി കാണുന്നത്. അപ്പം എനിക്കതൊന്ന് റിട്ടേൺ ചെയ്യണം, കാരണം എനിക്ക് കുറച്ച് ടൈറ്റ് ആണ്, അപ്പം നല്ല പെയിൻ ഉണ്ട്. കൊള്ളാല്ലേ മംഗല്യസൂത്ര. ഓ ഇത് സൂപ്പർ വൈസ്. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ നല്ല ലെങ്തിന് വന്ന് കിടക്കുമല്ല. എൻ്റെ അതിൻ്റെ ഒരു ഡ്യൂപ്ലി സാധനം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ എത്ര ഒരു 1000 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച ഗോൾഡ് അല്ലാത്തത്. ഇത് സൂപ്പർ അല്ലേ കോട്ടാ? നല്ല ചന്തമുണ്ട്. ഇതറിയാമോ ഇതെന്താണെന്ന് വെച്ചാൽ ഹിന്ദിയിൽ അവര് കല്യാണം കഴിക്കുമ്പോ ഇങ്ങനത്തെ സാധനങ്ങളുണ്ടാകും താലിക്ക് പകരം. മല്ലൂസുണ്ട്, മല്ലൂസാണുണ്ട്. ഓ ഇത് എന്റെ സെയിം സാധനം ഉണ്ട്. ഞാൻ ഇട്ടുകൊണ്ട് കിടക്കുമായിരുന്നു ചുരിദാർ, മറ്റേ നോർത്ത് ഇന്ത്യൻസിനെ പോലെ ഡ്രസ് ചെയ്യണ സമയത്ത്. ഞാനേ വരച്ച് എടുത്ത സംഭവം. എന്നിട്ട് ഞാൻ ഇത് എനിക്ക് പണ്ടേ എനിക്ക് വരയ്ക്കാൻ അറിഞ്ഞൂടാ. ഞാൻ മറ്റേ ബോട്ടണി ആയത് ഞാൻ ആരെങ്കിലും കൊണ്ടൊക്കെയാണ് കയ്യും കാലം പിടിച്ച് റെക്കോർഡൊക്കെ എങ്ങനെയൊക്കെയാണ് വരച്ചെടുത്തത്. എന്നിട്ട് ഞാൻ അതൊക്കെ തട്ടി വിട്ടുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊക്കെ വരച്ച് കുളം തോണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ഞാൻ ഇതിരുന്ന് ഞാൻ എന്നെക്കൊണ്ട് പറ്റണ രീതിക്ക് ഈ സെയിം സാധനം വരച്ചൊരിടത്ത് ചെയ്യിക്കാൻ കൊടുക്കായിരുന്നതാണ്. പക്ഷെ മൂക്കുത്തി അങ്ങ് വന്നപ്പോഴാണ് ഇതാണ്. പക്ഷെ അപ്പം ഇങ്ങനെ എന്നായിപ്പോയി. അപ്പം ചെയ്യിക്കുന്നേക്കാൾ നമുക്ക് പെട്ടെന്ന് ആക്സസബിൾ ആണത് എടുക്കണേലേ നല്ലത്. സോ എനിക്കൊരു ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും ഇഷ്ടപ്പെട്ട്, വേറെ ഡയമണ്ടിൻ്റെ ഇല്ലേ അതും ഇഷ്ടപ്പെട്ട്. ആൻഡ് ഈ ചെയിനും എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഇതിനേക്കാളും തിൻ ചെയിനാണ് എൻ്റെ ഇരിക്കണം. അപ്പം എനിക്ക് ഇതിനേക്കാളും തിന്നാണ് കുറച്ചുകൂടെ താല്പര്യം. നൂല് പോലെ കാണാൻ വെച്ചാൽ നമ്മൾ ഭയങ്കര നൈസാണ്, കഴുത്തി കിടക്കണതാണ് ഭയങ്കര ഒരു ചന്തമാണ്. സോ ഇത് കണ്ട, ഇതൊരു ഡയമണ്ടിൻ്റെ സ്റ്റോണും വരണുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾ മിക്കുള്ളവരിലും കണ്ടിട്ട്, ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. ഈ ഓം വന്നിട്ട് ഇങ്ങനെ താലി വരണത് കൊള്ളാം അല്ലേ? ഇതും കൊള്ളാം, ഭയങ്കര ഒരു ചന്തമുണ്ട്. എല്ലാം കൊള്ളാം, നല്ല രസമുണ്ട്. എല്ലാം കൊള്ളാം. പക്ഷെ നമുക്ക് വെറൈറ്റി ആണ് ആവശ്യം. വെറൈറ്റി അല്ല, ഇത് വേണ്ട. ഇത് എല്ലാവരുടെ കഴുത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത്യാവശ്യം. ഓക്കെ, ഇതും കൊള്ളാം. ഗൈസ് ഇതേ ഇതിലേറ്റവും കുഞ്ഞു താലിയാണ്. ഇതാ ഞാൻ കാണിച്ചു തരാം. ആ ചെയിനിലിടാൻ പറ്റില്ല, അതിനേക്കാളും കുഞ്ഞു ചെയിൻ വേണം. അതാ ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് എൻ്റെ ചൂണ്ടുവിരലിൻ്റെ ഇത്രയേ ഉള്ളൂ. ഏറ്റവും കുഞ്ഞു താലി നോക്കി കിടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ദിസ്. ഇത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്നോ കുഞ്ഞുണ്ണി? ചേട്ടാ അതെടുക്കാം, പാക്ക് ചെയ്തോ. നമ്മൾ താലി വാങ്ങിച്ചു കഴിഞ്ഞ് നമ്മൾ സാരി എടുക്കാൻ പോയാലേ കണക്കല്ല. സാരി എടുക്കുമ്പോൾ 3-4 മണിക്കൂർ എടുത്ത് ഇതിപ്പോൾ ഓൾറെഡി ഞങ്ങൾ മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കണ്ട് ഞാൻ മൂക്കുത്തി അങ്ങ് വന്നപ്പോൾ ഞാൻ അപ്പോഴേ ഞാൻ അപ്പൂനെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനൊരു താലി ഇവിടെ കണ്ട് നല്ല രസമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾക്കത് മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 2 താലി. അപ്പം അത് സെറ്റാണ്. യാ ഓഫ് കോഴ്സ്. സോ അത് സെറ്റാണ്. ഞാൻ ആർക്കും പനി കൊടുക്കണ്ട. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കൊള്ളാല്ലേ? അതിലേത് ഇഷ്ടപ്പെട്ട? എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട്, പക്ഷെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു നമ്മൾ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞത് 2 എണ്ണം ഉണ്ട്. ഒന്ന് വന്നിട്ട് ഗോൾഡിൽ സ്റ്റോൺ വരണത്, ഒന്നിൽ ഫുള്ള് ഡയമണ്ട് വന്നിട്ട് നടുക്ക് മാത്രം ഇച്ചിരി ഒരു ലവിൻ്റെ. അത് സംഭവം നല്ല ഭംഗിയെന്ന് അറിയാമോ? സ്കിന്നോട് കാണാൻ അതിങ്ങനെ സ്കിന്ന് ടച്ചായി കിടക്കണോണ്ട് നല്ല ഭംഗി. എനിക്ക് ഇറക്കമുള്ള മാല വാങ്ങിച്ചിട്ട് അതിൻ്റെ മൂട്ടിലിടാൻ നിൽക്കരുത്. ഇങ്ങനെ കുറച്ച് ഷോർട്ടായിട്ട് കിടക്കണം, ഒരു ലോക്കറ്റ് പോലെ, അത്രയേ ഉള്ളൂ. സോ ഞങ്ങൾ ബില്ല് ചെയ്യാൻ പറഞ്ഞ് ഇനി വാങ്ങിച്ചിട്ട് കാണാൻ പായി. മാളു എവിടെ തെണ്ടി തിരിഞ്ഞിട്ട് ഞങ്ങളെ കൂടെ വന്നതാണ്.
സോ എങ്ങനെ ഉണ്ടായിരുന്നു പർച്ചേസ് ഷോപ്പിംഗ്? കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഒരു അടിപൊളി ഷോപ്പിംഗ്. വിചാരിച്ചതിന് ആദ്യമായിട്ട് എളുപ്പത്തിൽ പെട്ടെന്ന് കഴിഞ്ഞ ഒരു ഷോപ്പിംഗ് ആണ്. പറ്റി പറയുകയാണെങ്കിൽ 10 ൽ 10. താനാണ് 8 തരണത്. താലി എങ്ങനെ ഉണ്ട് എടുത്തത്? താലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിൾ. പക്ഷെ നീ സിമ്പിൾ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്ര ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സിമ്പിളാ? ഞാൻ കുറച്ച് കൂടുതൽ പ്രതീക്ഷിച്ചു. എന്നാലും കുഴപ്പമില്ല. പിന്നെ 5 തന്നാ മതി. അരഞ്ഞാണം എനിക്കില്ല, അപ്പൊ അരഞ്ഞാണം വാങ്ങിച്ചു. അരഞ്ഞാണം വാങ്ങി തരാം. ഓക്കെ, കൊള്ളാം. മാളുവിന്റെ കഴുത്തിൽ കിടക്കണുണ്ട. ഇത് കണക്കത്തെ ചെയിൻ ഉണ്ട്. അങ്ങോട്ട് മേലോട്ട് വെക്കണം സ്ത്രീയെ. ഇത് കണക്കത്തെ ചെയിൻ ഉണ്ട്. പക്ഷെ എനിക്ക് ഇതിനേക്കാളും ഞാൻ നോർമലി എപ്പോഴും ഒരു ചെയിൻ ഉണ്ട്. എനിക്കതാണ് ഇഷ്ടം. അതാണ് നിങ്ങൾ കണ്ടത്. ആ ചെയിനും ആ ലോക്കറ്റും നൈസ് അല്ലേ? അത് അടിപൊളി, കൊള്ളാം. അപ്പൊ നമ്മൾ ബില്ല് ചെയ്ത് വാങ്ങിച്ചിട്ട് വരാം. ബൈ. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്നലെ താലിയൊക്കെ പോയി എടുത്തിട്ട് വന്നേ. അപ്പം താലി ഞാൻ 2 കാണിച്ചില്ലേ, എനിക്ക് അപ്പു താലി കൊണ്ടുപോയി. അപ്പം എനിക്കത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടുപോയി. കാരണം എനിക്ക് ഒട്ടും വയ്യെന്ന്. ഭയങ്കര തുമ്മിയാണ് ഞാൻ ഇരുന്നത്. എനിക്ക് ഡസ്റ്റ് അലർജിയും കൂടെ ഉണ്ട്. അപ്പം എനിക്ക് ഈ തുമ്മൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചില സമയം നമ്മുടെ ഈ റബ്ബറിൻ്റെ പൂവ്, അക്കേഷ്യയുടെ പൂവ് ഉണ്ട്, ഇവിടെ ഒരു അക്കേഷ്യ പൂവ്. അപ്പം ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കേ ഞാൻ തുമ്മും. അപ്പം അതുകൊണ്ട് എനിക്ക് ഇന്നലെ എനിക്ക് വയ്യായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഒരുവിധം സെറ്റാണ്. ഒരുവിധമല്ല, അത്യാവശ്യം ഞാൻ പിന്നെയും ഇന്നലത്തെക്കാളും ഇന്നും സെറ്റാണ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ താലി എടുത്ത്, താലി എന്ന് പറയണ ഗൈസ് ആ ഒരു ഗോൾഡിൽ സ്റ്റോൺ പറഞ്ഞില്ലേ, അതാണ് എടുത്തത്. കാരണം മറ്റേത് എടുക്കാത്തതിൻ്റെ കാരണം വെച്ചാൽ മറ്റേത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ആ ഡയമണ്ടിൽ സ്കിന്ന് പറഞ്ഞാൽ, പക്ഷെ അതിൻ്റെ നടുക്ക് തൂങ്ങിക്കിടക്കണ സാധനം ഇതാവും ഗൈസ്. എന്താ പറയണ പേര്, അത് ഇളകിപ്പോവും. നന്നായിട്ട് ഇളകിപ്പോവും. അപ്പം ഇളകിപ്പോയാലും അവർ വച്ച് തരും, അല്ലെങ്കിൽ അവരത് ചെയ്യും എന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ല, അവർ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന്. പക്ഷെ എന്നാലും ഞാനത് എടുത്തില്ല. അപ്പം അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഞാൻ എൻ്റെ സ്കിൻ ഇത്ര ഗ്ലോ എന്ന് നിങ്ങൾ ചോദിക്കരുത്. ബിക്കോസ് ഞാൻ പീൽ ചെയ്തുകൊണ്ടാണ് സ്കിൻ ഇത്ര ഗ്ലോയിങ്. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ വാരി പൊത്തി ഇട്ടിട്ടുണ്ട്. പീൽ ഇന്നലെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയായിരിക്കും ഇവിടെ കുറച്ചിങ്ങനെ. സോ അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.